പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ ജെ.കെസ് ഡയബറ്റിക് ടോക്സിലെ 6ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. ഡയറ്റ് ഇൻ ഡയബറ്റീസ് അഥവാ പ്രമേഹ രോഗത്തിലെ ഭക്ഷണക്രമത്തിൽ 3ാം എപ്പിസോഡിൽ നമ്മൾ മൈ ഹെൽത്തി പ്ലേറ്റിനെ കുറിച്ചും 4ാം എപ്പിസോഡിൽ ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാമെന്നും 5ാം എപ്പിസോഡിൽ ഏതൊക്കെ പഴങ്ങൾ പ്രമേഹ രോഗത്തിൽ ഉപയോഗിക്കാമെന്നും ചർച്ച ചെയ്തു. ഇനി അവശേഷിച്ചിട്ടുള്ളതിൽ ഓട്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ശരിയായ ഓട്സ് വേണ്ട രീതിയിൽ കഴിക്കാത്തത് കൊണ്ട് പ്രമേഹത്തിൽ ഗുണത്തിനേക്കാളേറെ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നതിനാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടത് പ്രമേഹ നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. റഷ്യ, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഓട്സ് ഇപ്പോൾ ജമ്മു കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. ഓട്സ് 3 തരമായി ലഭ്യമാണ്: സ്റ്റീൽ കട്ട് ഓട്സ്, റോൾഡ് ഓട്സ്, ഇൻസ്റ്റന്റ് ഓട്സ്. ഇനി എന്താണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് നോക്കാം. തവിടോട് കൂടിയ മുഴുധാന്യത്തെ മൂർച്ചയുള്ള സ്റ്റീൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് സ്റ്റീൽ കട്ട് ഓട്സ് അഥവാ ഐറിഷ് ഓട്സ്. ഓട്സിനെ ആവിയിൽ പുഴുങ്ങി സോഫ്റ്റാക്കി അവൽ പോലെ പരത്തിയെടുത്തതാണ് റോൾഡ് ഓട്സ്. റോൾഡ് ഓട്സിനെ കൂടുതൽ സമയം ആവിയിൽ പുഴുങ്ങി പൂർണ്ണമായും പ്രോസസ്സ് ചെയ്തതാണ് ഇൻസ്റ്റന്റ് ഓട്സ്. പ്രോസസ്സ് ചെയ്യുന്തോറും ഇതിൻ്റെ വേവ് കുറയുകയും ദഹനം കൂടുകയും രുചി കൂടുകയും പൂർണ്ണമായും വെളുപ്പിച്ച് അരി പോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയും ചെയ്യും. ഓട്സിൻ്റെ മുഴുവൻ ഗുണങ്ങളും സ്റ്റീൽ കട്ട് ഓട്സിനും റോൾഡ് ഓട്സിനുമാണ് ഉള്ളത്. ഓട്സിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഓട്സ് തിരഞ്ഞെടുക്കണമെന്നും എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. ഓട്സ് ഊർജത്തിൻ്റെയും കാർബ്സിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു ഉറവിടം തന്നെയാണ്. ധാരാളം ഫൈബർ ഉള്ളതിൽ ബീറ്റാ ഗ്ലൂക്കാൻ എന്ന സോലുബിൾ ഫൈബർ കൂടുതലുള്ളതിനാൽ ദഹനത്തെ മന്ദീഭവിപ്പിക്കുന്നു. സറ്റൈറ്റി എന്ന വയർ നിറഞ്ഞ തോന്നൽ ഉണ്ടാക്കുകയും അങ്ങനെ വിശപ്പിനെ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിച്ച് പ്രമേഹ സങ്കീർണതകളെ കുറയ്ക്കുന്നു. ഏകദേശം ഗോതമ്പിന് തുല്യം ഫൈബർ, അതായത് 10 ഗ്രാം ഫൈബർ 100 ഗ്രാം ഓട്സിൽ അടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് ഡിസീസും സ്ട്രോക്കും തടയാൻ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ദിവസം 25 ഗ്രാം ഫൈബറാണ് വേണ്ടതെന്ന് അറിയുക. പൊണ്ണത്തടി കുറയ്ക്കുന്നു, കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, ഹാർട്ട് ഡിസീസിനെയും കുറയ്ക്കുന്നു. കുടലിലെ നല്ല ബാക്ടീരിയ വർദ്ധിപ്പിച്ച് ഗട്ട് മൈക്രോബയോട്ട മെച്ചപ്പെടുന്നതിനാൽ കുടലിലെ രോഗങ്ങളും അർബുദ സാധ്യതയും കുറയ്ക്കുന്നു. ഈ ഗുണങ്ങൾക്കൊപ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് 53, അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സ്റ്റീൽ കട്ട് ഓട്സ് ആണ് പ്രമേഹത്തിൽ അരി, ഗോതമ്പ് ഇവയ്ക്ക് പകരം കാർബ്സായി ഉപയോഗിക്കേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് 57 അഥവാ മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള റോൾഡ് ഓട്സ് ഉപയോഗിക്കാം. ഒരു കാരണവശാലും 83 അഥവാ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഇൻസ്റ്റന്റ് ഓട്സ് ഉപയോഗിക്കരുത്. അത് പ്രമേഹത്തെ വഷളാക്കുക തന്നെ ചെയ്യും. ഉപയോഗിക്കേണ്ട വിധം ഇനി പറയാം. പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി രൂപത്തിൽ ഒരിക്കലും ഇത് കഴിക്കരുത്. പ്രത്യേകിച്ച് പാൽ ചേർത്ത്. പാലിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടെ ചേരുമ്പോൾ ഷുഗർ പെട്ടെന്ന് കൂടും. ഉപ്പുമാവോ
പുട്ടോ ദോശയോ ആക്കി പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നതാണ് നല്ലത്. കുറച്ച് നട്ട്സും ധാരാളം വെജിറ്റബിൾസും ചേർത്ത് തയ്യാറാക്കണം. ഷുഗർ ചേർക്കരുത്. വെയിറ്റ് കൺട്രോളിനും ഡയബറ്റീസ് പ്രിവെൻഷനും ഇത് പ്രയോജനപ്പെടും. ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദഹന വൈഷമ്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക്, അതിൽ ധാരാളം ഫൈബർ ഉള്ളതിനാൽ ഉപയോഗിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇനി നിങ്ങൾ ഓട്സ് വാങ്ങാൻ ഷോപ്പിൽ എത്തുമ്പോൾ അതിലെ ലേബൽ വ്യക്തമായി വായിച്ച് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയ ഇൻസ്റ്റന്റ് ഓട്സ് അല്ലെങ്കിൽ ക്വിക്ക് ഓട്സ് അല്ല എന്ന് ഉറപ്പുവരുത്തി വാങ്ങുമെന്ന് പ്രത്യാശിക്കുന്നു. അതായത് ചുരുക്കത്തിൽ, മെച്ചപ്പെട്ട ഭക്ഷണമെന്ന് കരുതി ഓട്സ് കഴിക്കാൻ തീരുമാനിച്ചാൽ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾ ഓട്സ് ആണ് വാങ്ങേണ്ടത്. ഇൻസ്റ്റന്റ് ഓട്സ് വാങ്ങരുത്. പാൽ ചേർത്ത് കഞ്ഞിയാക്കരുത്. പകരം വെജിറ്റബിൾസ് ചേർത്ത് ഉപ്പുമാവ് തുടങ്ങിയ പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നതാണ് നല്ലത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരിക്ക് പകരം ഗോതമ്പാണോ നല്ലത്? ഡയബറ്റിക് ഡയറ്റിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട പോർഷൻ സൈസ്, ഭക്ഷണം എത്ര പ്രാവശ്യം കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം മുതലായ വീഡിയോകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.